പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയാണ്. 1869 ഒക്ടോബർ 2 മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മാഗാന്ധി ജനിച്ചത്. ഇന്ത്യയുടെ പ്രിയപ്പെട്ട പുത്രനായ അദ്ദേഹം നമ്മുടെ രാഷ്ട്രപിതാവാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്ന് കെട്ടുകെട്ടിക്കുന്നതുവരെ സമാധാനപരമായി അഹിംസയുടെ മാർഗത്തിലൂടെ പടപൊരുതിയ മനുഷ്യ സ്നേഹിയാണ് അദ്ദേഹം. ഗ്രാമങ്ങളാണ് ഇന്ത്യയുടെ ആത്മാവെന്ന് മനസ്സിലാക്കി ഗ്രാമസ്വരാജിനു വേണ്ടി ഗ്രാമീണരുടെ പുരോഗതിക്കായി നിലകൊണ്ട മഹാനാണ് ഇന്ത്യയുടെ പ്രിയപ്പെട്ട ബാപ്പുജി. ഇന്ത്യ പാകിസ്ഥാൻ വിഭജന കാലത്ത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രക്തപ്പുഴകൾ ഒഴുകിയപ്പോൾ, ഖബന്ധങ്ങൾ കൊന്നുകൂടിയപ്പോൾ മനം നൊന്ത് ഓടി നടന്ന മഹാത്മാവ് അവിഭക്ത ഇന്ത്യയുടെ സമ്പത്ത് വിഹിതം പാകിസ്ഥാന് നൽകാൻ വേണ്ടി നിരാഹാരം കിടന്നത് ചരിത്രം. വൈവിധ്യങ്ങളുടെ ഇന്ത്യ, നാനാത്വത്തിൽ ഏകത്വം എന്ന യഥാർത്ഥ ഇന്ത്യ സങ്കല്പം അതായിരുന്നു ഗാന്ധിജി വിഭാവനം ചെയ്തത്. പക്ഷേ ആ മഹത്തായ ഇന്ത്യ ഇന്ന് നിലവിലുണ്ടോ? അന്ന് ഗാന്ധിജിയുടെ മനുഷ്യത്വം സഹിക്കാത്തവരുടെ പ്രതിനിധിയായി നാഥുറാം ഗോഡ്സെ ഗാന്ധിജിയെ വെടിവെച്ച് വീഴ്ത്തി. അരിയും തിന്ന് ആശാരിച്ചിയെയും കടിച്ച് വട്ടിയും കീറി പിന്നെയും പട്ടി മുന്നോട്ട് എന്ന പോലെ ക്രൂരമായി വെടിവെച്ച് കൊന്നിട്ടും അരിശം തീരാതെ ഗാന്ധിജിയുടെ ചിത്രത്തിലേക്ക് വീണ്ടും വെടിയുതിർത്ത് സായുജ്യമടയുന്ന ഗോഡ്സെയുടെ ആരാധകരാണ് ഇന്ന് ഇന്ത്യയുടെ ആളുകളായി രംഗത്തുള്ളത്. എല്ലാം വടക്കാക്കി തനിക്കാക്കാൻ ശ്രമിക്കുന്നവർ നീതി എന്ന വാക്ക് പോലും പരിഹാസ്യമാക്കുന്നതാണ് നാം മിനിയാന്ന് കണ്ടത്. പക്ഷേ ഗാന്ധിജിയുടെ ഇന്ത്യ ബഹുസ്വരതയുടെ പൂങ്കാവനം, ഇന്ത്യക്കാരെല്ലാം ഒന്നും ഇന്ത്യയുടെ ശത്രുക്കൾ ഒന്നുമല്ലാതെയും ആകുന്ന കാലം തിരിച്ചു വരിക തന്നെ ചെയ്യും. യാതൊരു സംശയവുമില്ല. എല്ലാവർക്കും ആശംസകൾ. ജയ് ഹിന്ദ്.